അതിൽ നമ്മൾ ഇന്ന് മാറ്റിയെടുക്കാനും വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നിനെ കുറിച്ച് മഹാനായിരിക്കുന്ന ഗസാലി ഇമാമെല്ലാം വിവരിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് നമ്മൾ മാറ്റിയെടുക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ ഹസദ്, അസൂയ. സഹോദരനുക്ക് ദുനിയവിയോ ഉഖ്റവിയോ ആയിരിക്കുന്ന എന്തെങ്കിലും ഒരു നേട്ടം കാണുമ്പം അതൊന്ന് നീങ്ങിപ്പോകണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത, ഇത് നമ്മളൊക്കെ മനസ്സിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പോക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹബീബായിരിക്കുന്ന റസൂല് പറഞ്ഞ വാക്ക്. റസൂല് പറഞ്ഞു, അൽ ഹസദ് യഅ്കുലുൽ ഹസനാതി കമാ തഅ്കുലുൻ നാറുൽ ഹതബ. നമ്മളെ കോല്, വിറക് ഒക്കെ ഉണ്ടല്ലോ, അതിനെ തീ എങ്ങനെയാണോ കത്തിച്ച് ചാമ്പലാക്കുന്നതെങ്കിൽ അതേപോലെ നിങ്ങളുടെ എല്ലാ ഹസനാത്തുകളെയും നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന കാര്യമാണ് ഹസദ്. ഒന്ന്. രണ്ടാമതായി ഹസദിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിഅമത്തുകൾ കൊടുത്തത് ആരാണ്? അള്ളാഹു അല്ലേ. അപ്പൊ അത് നമ്മൾ നീങ്ങിക്കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ സൃഷ്ടാവാകുന്ന അള്ളാഹുവിന്റെ ആ തീരുമാനത്തിന് നമ്മൾ ചോദ്യം ചെയ്യാണ്. അത് ശരിയായിട്ടില്ല എന്നല്ലേ? എന്തൊരു വങ്കത്വമാണത്. മൂന്നാമത്, ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകുന്നത് അവൻ എന്ത് ഇഷ്ടപ്പെടുന്നോ അത് ബാക്കിയുള്ളതായിരിക്കുന്ന ആളുകൾക്കും ഇഷ്ടപ്പെടുമ്പോഴല്ലേ. അപ്പൊ അതിന് നേരെ വിരുദ്ധമല്ലേ നമ്മൾ അതിന് ഈ ഹസദ് എന്നുള്ളത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഹസദ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എന്ന പോലെ തന്നെ ഹൊളബ്. ഹൊളബിനെ പറ്റി എന്താ വിരിക്കപ്പെട്ടത്? ഈ കറ്റുവായുടെ നീര് തേനെ ദുഷിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഈമാനെ ദുഷിപ്പിക്കുന്ന കാര്യമാണ് ഹൊളബ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ദേഷ്യം നമുക്ക് മാറ്റാൻ കഴിയും. ഇങ്ങനെ ഓരോ ദുസ്വഭാവങ്ങളിലുമുള്ള ദോഷങ്ങളിലുമുള്ളതായിരിക്കുന്ന ഭവിഷ്യത്തുകൾ, അതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി നമ്മൾ മാറ്റലോടുകൂടി തന്നെ സ്വന്തം നഫ്സിനോട് എപ്പോഴും നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. എന്തെല്ലാം ഞാൻ തരണം ചെയ്യേണ്ടതുണ്ട്. മഹത്തായിരിക്കുന്ന അവസാനത്തെ വഫാത്ത്, വിയോഗം, ആ അവസരത്തിൽ എൻ്റെ ഈമാൻ രക്ഷപ്പെടുമോ ഇല്ലേ എന്ന കാര്യത്തിൽ നമ്മൾ നഫ്സിനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈമാനെങ്ങാനും നമുക്ക് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അങ്ങനെ മരണം കഴിഞ്ഞാൽ തന്നെ ഖബറിലുള്ള ജീവിതം, കിതാബ് വിതരണം, അഅ്മാലുകളെ തൂക്കപ്പെടുന്നത്, സിറാത്ത് പാലം, മഹ്ശറ, ഇങ്ങനെ നമ്മളെ മുമ്പിൽ വരാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നഫ്സിനെങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും നഫ്സ് നന്നായാനുള്ളതായിരിക്കുന്ന ഒരു മാർഗമാണ്. അതോടുകൂടി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ധാരാളം നമ്മളിങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹബീബായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാനെ നിങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അവിടെ നിന്ന് ചോദിക്കപ്പെട്ടു, കൈഫ നുജദ്ദിദു ഈമാനനാ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് ഞങ്ങളുടെ ഈമാനെ ഞങ്ങൾ പുതുക്കുക? അപ്പൊ അവിടെ ഹബീബ് പറഞ്ഞത്, അക്സിറൂ മിൻ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. മറ്റൊരു ഹദീസിൽ ബഹുമാനപ്പെട്ടതായിരിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് തിരുമദി ഇമാമും ഇബ്നു മാജഹ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വേറൊരു ഹദീസിൽ കാണാം, ഹബീബായിരിക്കുന്ന റസൂൽ പറഞ്ഞു, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളുടെ മരണമാസന്നമാകുന്ന ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊടുക്കണം. തുടർന്ന് ഹബീബായിരിക്കുന്ന റസൂല് പറഞ്ഞു, ഫഇന്നഹാ തഹ്ദിമു ദുനൂബ അദ്മാ, കാരണം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുമ്പോൾ ആ മരണമാസന്നമായ മനുഷ്യന്റെ ദോഷങ്ങളെ പൊളിച്ച് ഇല്ലാതാക്കി കളയും. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു,